ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ലോഗ്. ഇതാണ് ഇവിടുത്തെ പരിപാടി. എപ്പോ വ്ലോഗ് എടുത്താലും എന്റെ ചുട്ടാപ്പി ഇവിടെ അടുത്തുണ്ട്. അവളും സെയിം ഡയലോഗ് പറയാൻ വേണ്ടിട്ട് എപ്പോഴും കൂടെ വരും. അപ്പൊ ഒരു ഹൈ പറഞ്ഞു. ഗുഡ് ഗേൾ. അപ്പൊ ഇന്ന് അഗൈൻ ഒരു ഷോപ്പിംഗ്. സത്യം പറഞ്ഞാൽ എന്റെ കൂട്ടുകാരിക്ക് കുഞ്ഞുണ്ടായി. സോ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ വെറും കൈയോടെ പോകരുതല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങളൊരു ഷോപ്പിംഗും ചെയ്യുന്നുണ്ട്. കാർഡ് കൊച്ചിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയൊരു കാർഡാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് അങ്ങനെ നാട്ടിലത്തെ പോലെ ബോണസും കാര്യങ്ങളും ഒന്നുമില്ല. പ്രത്യേകിച്ച് NHS പ്രൈവറ്റ് എനിക്ക് തോന്നുന്നത് അവരെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ക്രിസ്മസ് സമയമാകുമ്പോൾ കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ കൊച്ചിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു കാർഡാണ്. അത് കുറച്ച് കടകൾ, ഷോപ്പിംഗ് സെന്ററിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാർഡിൽ പറഞ്ഞ എന്ത് വച്ചിട്ട് സംസാരിക്കട്ടെ. ആ പറഞ്ഞ ഷോപ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ആ കാർഡിനകത്ത് കൊടുത്തിരിക്കുന്ന ഷോപ്പ് വഴി ഏതെങ്കിലും കടയിലൊക്കെ നമുക്ക് പോയി ഇതിനകത്തുനിന്ന് സാധനം മേടിക്കാം. അതിന് ജസ്റ്റ് ഒരു 20 പൗണ്ട്സിൻ്റെ കാർഡാണ്. ഇനി നമുക്കത് ഇന്ന് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം അതാ ഇവിടെ ടുട്ടുണ്ട്, അതെൻ്റെ നിച്ചുമോള്. ഷിട്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് കൊച്ചു. പിന്നെ ഒരാൾ ഇവിടെ പാത്ത് നിൽപ്പുണ്ട്. അവരെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കുഞ്ഞാലിക്ക് സാധനം മേടിക്കാൻ ഇവിടെ TK Maxx എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നത്. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പം ഷിട്ടുനും എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമെന്നൊക്കെയുള്ള ഒരു വാശി ചെറുതായിട്ട് കാണിച്ചു തുടങ്ങി. വലിയ വാശിയൊന്നുമില്ല അവൾക്ക് കേട്ടോ. അങ്ങനെ അവൾ കൈ തൊടുന്നതെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അവളെ ഫുഡ് സെക്ഷനിലോട്ട് കൊണ്ടുവന്നു. അതാകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചും കുടിച്ചും അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമുക്ക് ലാഭം, അവൾക്കും സന്തോഷം. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ 2-3 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് അവിടുത്തെ കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കുഞ്ഞാവേനെ കാണാൻ പോയി. കുഞ്ഞാവയുടെ വീഡിയോ ഒന്നും എടുത്തില്ല. ന്യൂ ബോൺ ആയതുകൊണ്ട് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. മാത്രമല്ല എൻ്റെ കൂട്ടുകാരിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആദ്യത്തെ ഒരു ഷൈനസ് ഉണ്ട് ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടി. ഇവിടെ മണി 4 ആയതേ ഉള്ളൂ വൈകുന്നേരം. ബട്ട് 4 മണിക്ക് മുമ്പേ ഇവിടെ ഇരുട്ടി തുടങ്ങും. അതാണ് വിൻ്റർ സമയത്തിലുള്ള ഇവിടുത്തെ പ്രശ്നം. എന്തായാലും ഞങ്ങൾ കുഞ്ഞാവേനെയും കണ്ട് എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് കാര്യവിവരങ്ങളൊക്കെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നേരെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം TV കണ്ടു. പിന്നെ കഴിച്ചിട്ട് ഉറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ.